നമ്മുടെ എൽ ഡി എഫിന് ഒരു കൺവീനർ ഉണ്ടായിരുന്നു, ഇ പി ജയരാജൻ, സി പി എമ്മിന്റെ കരുത്തനായ നേതാവ്. ഒരു സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ കാണാനില്ല. ഇ പി ജയരാജനെ പുറത്താക്കിയതാണോ, ഇ പി ജയരാജൻ ഒഴിഞ്ഞു പോയതാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എം വി ഗോവിന്ദൻ മാഷ് ഭാഷയിൽ പറഞ്ഞാൽ ഇ പി ജയരാജൻ ഇത് ഒഴിഞ്ഞിട്ട് പോയി എന്നാണ്. ഇ പി ജയരാജന്റെ ബോഡി ലാംഗ്വേജും ഇ പി ജയരാജന്റെ സംസാരവും ഒക്കെ പറയുന്നത് എന്നെ ഒഴിവാക്കിയതാണ് എന്നാണ്. എന്താണ് ഇ പി ജയരാജന് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനം ഒഴിവാക്കുവാനോ ഒഴിവാക്കി പോവാനോ ഉള്ള കാരണമെന്നുള്ളത് ഇന്നും കേരളീയ സമൂഹത്തിന് അറിയില്ല. അദ്ദേഹം ബി ജെ പിയുടെ നേതാവായ ജാവദേക്കറുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു എന്നും കേരളത്തിന്റെ സമൂഹത്തിന് അറിയാം. അന്ന് ജാവദേക്കറുമായി ചർച്ച നടത്തിയതാണ് വിഷയമെങ്കിൽ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞത്, ജാവദേക്കറുമായി ഞാനും സംസാരിച്ചിട്ടുണ്ട്, പല തവണകൾ സംസാരിച്ചിട്ടുണ്ട്, അതിലെന്താ പ്രശ്നം? ഈ ജാവദേക്കർ ബി ജെ പി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയോ മറ്റു ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കേണ്ട ആളോ ഒന്നുമല്ല. ബി ജെ പിയുടെ ഒരു നേതാവ് മാത്രമാണ്, കേരളത്തിൻ്റെയൊക്കെ ചുമതലയുള്ള ഒരു നേതാവ് മാത്രമാണ്. ആ ജാവദേക്കറുമായി ജയരാജൻ സംസാരിച്ചതിൻ്റെ പേരിലാണോ, ഒരു രഹസ്യ ചർച്ച നടത്തിയതിൻ്റെ പേരിലാണോ ഈ ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോവേണ്ടി വന്നത്? എങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ആ സ്ഥാനത്ത് തുടരുക? അപ്പൊ കേരളത്തിലെ ഒരു മുന്നണിയുടെ ഒരു കൺവീനർ ഒരു ദിവസം ഈ സ്ഥാനം ഇട്ടെറിഞ്ഞു പോവുകയായിരുന്നോ, അതല്ല പാർട്ടി പുറത്താക്കുകയായിരുന്നോ? ഇന്നും മറുപടി കിട്ടാത്തൊരു ചോദ്യമായി എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട ജയരാജനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ആ ഇ പി ജയരാജൻ ബി ജെ പിയുമായി നടത്തിയ രഹസ്യ ധാരണ നിങ്ങൾ അറിഞ്ഞ് കൃത്യമായി പുറത്താക്കിയതാണെങ്കിൽ അത് കേരളത്തോട് പറയണം. അതല്ല ജയരാജൻ ഒഴിഞ്ഞു പോയതാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളൊരു ഒഴിഞ്ഞുപോക്ക് മാത്രമായി നമുക്ക് കാണാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ആർ എസ് എസുമായും ബി ജെ പിയുമായും ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇ പി ജയരാജൻ ശ്രമിച്ചതിൻ്റെ പേരിൽ, അത് പൊതുസമൂഹം അറിഞ്ഞതിൻ്റെ പേരിൽ ഈ മുന്നണിക്കുണ്ടായിട്ടുള്ള വലിയ പരിക്ക് ഒഴിവാക്കാൻ വേണ്ടി പുറത്താക്കിയതാണെങ്കിൽ ആ ചർച്ച എന്തിനായിരുന്നു എന്ന് ഈ സമൂഹത്തോടൊന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് നന്നായിരിക്കും.